കടയിൽ പോയാൽ വിചാരിച്ച സാധനം കിട്ടുന്നത് വരെ കരയുക, ഭക്ഷണം കഴിക്കാൻ വാശി പിടിക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള വാശിക്കാരുണ്ടോ? കുട്ടികളുടെ ഈ അമിത വാശി കാരണം നിങ്ങൾ മടുത്തിരിക്കുകയാണോ? എങ്കിൽ ദേഷ്യപ്പെടുകയോ അടിക്കുകയോ ചെയ്യാതെ വളരെ എളുപ്പത്തിൽ അവരുടെ വാശി മാറ്റാൻ സഹായിക്കുന്ന കുറച്ച് മാന്ത്രിക വിദ്യകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ കുട്ടികൾ വാശി പിടിക്കുന്നത് അവർ മോശക്കാരായതുകൊണ്ടല്ല. പലപ്പോഴും അവർക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വഴി മാത്രമാണത്. കുട്ടികളെ മാനസികമായിട്ട് വേദനിപ്പിക്കാതെ സ്നേഹത്തോടെ അവരുടെ ഈ ശീലം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനാദ്യമായിട്ട് നിങ്ങൾ അറിയേണ്ടത് കുട്ടികൾ എന്തുകൊണ്ടാണ് വാശി പിടിക്കുന്നത് എന്നാണ്. ഒരു 2 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ഉള്ളിലെ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം, ക്ഷീണം എന്നിവയൊക്കെ വാക്കുകളിലൂടെ പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവർ കരഞ്ഞും നിലവിളിച്ചൊക്കെ അത് കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും അവരിങ്ങനെ വാശി കാണിക്കാറുണ്ട്. അതുപോലെ അവർക്ക് ശ്രദ്ധ കിട്ടാനായിട്ട് നമ്മൾ പാരൻസ് ഫോണിലോ മറ്റു ജോലികളിലോ ഒക്കെ മുഴുകിയിരിക്കുകയാണെങ്കിൽ അവർക്കൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം വാശി കാണിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ സ്വാതന്ത്ര്യം. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തനിയെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം തുടങ്ങുന്ന ഒരു പ്രായമാണല്ലോ ഇത്. അപ്പോൾ അതിന് നമ്മൾ അനുവദിക്കാതിരിക്കുമ്പോഴും അവർ വാശി പിടിക്കും. അവർക്ക് ഓരോ കാര്യങ്ങളും തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇതിനൊക്കെ മാറ്റാനായിട്ടുള്ള ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് മുൻകൂട്ടി ഒരു കരാറിലെത്തുക. നമ്മളൊരു കടയിൽ പോകുന്നതിന് മുൻപ് തന്നെ കുട്ടിയോട് പറയുക, നമ്മൾ കടയിലേക്ക് പോകുന്നത് ഇന്ന സാധനങ്ങൾ വാങ്ങിക്കാനാണ്, അല്ലാതെ കളിപ്പാട്ടം വാങ്ങാനല്ല. അത് കൃത്യമായി കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. പക്ഷേ കടയിൽ പോകുമ്പോൾ ഒന്നും വാങ്ങാതെ അവർ തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ അവരോട് എന്തെങ്കിലും ഒരു ചെറിയ സാധനം മുൻകൂട്ടി ഓഫർ ചെയ്യുക. ഒരു മിഠായി വാങ്ങിത്തരാം എന്ന് പറഞ്ഞു കൊണ്ടുപോവുക. അവിടെ എത്തുമ്പോൾ അത് കറക്റ്റായിട്ട് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കടയിൽ ചെന്ന് വാശി പിടിക്കുന്നത് ഒരു 80% വരെ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. രണ്ടാമത്തെ കാര്യം ടൈം ഇൻ മെത്തേഡാണ്. പണ്ടത്തെ കാലത്തൊക്കെ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ അവരെ വാശി മാറ്റാൻ മുറിയിൽ പൂട്ടിയിടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അത് കുട്ടികളിൽ കൂടുതൽ ദേഷ്യവും വൈരാഗ്യബുദ്ധിയും കൂട്ടേ ഉള്ളൂ. അതിനെ ടൈം ഔട്ട് മെത്തേഡ് എന്നാണ് പറയാറ്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയാണ് ടൈം ഇൻ മെത്തേഡ്. അതായത് കുട്ടി വാശി പിടിച്ച് കരയുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് ഇരുത്തുക. അവർക്ക് ശാന്തമാവാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക. നിനക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി, സാരമില്ല എന്ന് കുട്ടിയോട് പറയുക. അതവർക്ക് നമ്മൾ കൂടെ ഉണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യം വിശപ്പും ക്ഷീണവും ശ്രദ്ധിക്കുക. പലപ്പോഴും കുട്ടികൾ വാശി പിടിക്കുന്നത് അവർക്ക് നല്ല ക്ഷീണമോ അതുപോലെ തന്നെ വിശപ്പോ ഉള്ളപ്പോഴായിരിക്കും. ഈ സമയത്ത് അവരെ വഴക്ക് പറയാതെ പെട്ടെന്ന് ഒന്നെങ്കിൽ ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഉറക്കാൻ കെടുത്തുക. അങ്ങനെ അവർക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അടുത്ത കാര്യം നോ പറയുന്ന രീതി മാറ്റുക. എപ്പോഴും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ തൊടരുത്, ഇവിടെ പോകരുത്, അങ്ങനെ നെഗറ്റീവായിട്ട് പറയാതെ പോസിറ്റീവായിട്ട് പറയാം. കുട്ടികൾക്ക് ഇങ്ങനെ നോ പറയുമ്പോൾ അത് കൂടുതലായി ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. സോ എന്ത് മാറ്റാണ് വരുത്തുക? അവിടെ തൊടരുത് എന്ന് പറയുന്നതിന് പകരം ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇത് വെച്ച് കളിക്കാം, അങ്ങനെ പോസിറ്റീവായിട്ട് പറയാം. എന്ത് ചെയ്യരുത് എന്നതിനേക്കാൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് കുട്ടിയുടെ ബ്രെയിൻ കൂടുതൽ ക്യാച്ച് ചെയ്യുന്നത്. അടുത്ത കാര്യം 2 ഓപ്ഷനുകൾ നൽകുക. ഒരു കാര്യം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം നിനക്ക് ചോറ് വേണോ എന്ന് ചോദിക്കുന്നതിന് പകരം നിനക്ക് ചോറാണോ വേണ്ടത്, ചപ്പാത്തിയാണോ വേണ്ടേ, അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 ഓപ്ഷനായിട്ട് നൽകുക. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് കുട്ടി സെലക്ട് ചെയ്യാനും അവർക്ക് അതിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് തോന്നാനും സഹായിക്കും. സോ ചോറ് വേണ്ടേന്ന് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറയുമ്പോഴുള്ള വാശിയും ബഹളങ്ങളും ഒഴിവാക്കാനായിട്ട് ഇതിലേതാ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ അവരതിലൊന്ന് സെലക്ട് ചെയ്യും. അതവിടെ സമാധാനമായിട്ട് പോവുകയും ചെയ്യും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടി വാശി പിടിക്കുമ്പോൾ നമ്മളറിയാതെ ദേഷ്യപ്പെട്ടു പോകും. നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് ആ സമയത്ത് ദേഷ്യം വരും. പക്ഷെ മാക്സിമം കുട്ടി വാശി പിടിക്കുമ്പോൾ നമ്മൾ കൂടെ ദേഷ്യപ്പെടാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ആ വാശി ഇരട്ടിയാവാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ തികച്ചും ശാന്തരായിട്ട് ഇരിക്കുകയാണെങ്കിൽ അമ്മ ദേഷ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെടുന്നില്ല എന്നവർ കാണുമ്പോൾ അവരുടെ ദേഷ്യം പതുക്കെ കുറഞ്ഞു വരും. അടുത്ത കാര്യം കുട്ടിയുടെ ശ്രദ്ധ തിരിക്കുക. കുട്ടി ഒരു കാര്യത്തിന് വേണ്ടി കരയാൻ തുടങ്ങുമ്പോൾ തന്നെ അവരെ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക. അവരുടെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് മാറ്റുക. പുറത്തുള്ള ഒരു പക്ഷീനെയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടോ എന്തെങ്കിലും കാണിച്ച് പെട്ടെന്ന് മൈൻഡ് മാറ്റുക. ഒരുപാട് വാശി പിടിച്ചതിന് ശേഷം നമ്മൾ മൈൻഡ് മാറ്റാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. അപ്പം ഇവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് വാശിയാവും എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ തന്നെ അവരുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുക. അടുത്തത് നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുക. അവർ വാശി പിടിക്കാതെ നല്ല രീതിയിൽ പെരുമാറുന്ന സമയങ്ങളിലൊക്കെ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയോ അല്ലെങ്കിൽ മോൻ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയോ ചെയ്യുക. കുട്ടികൾ പൊതുസ്ഥലത്ത് വെച്ച് നിലവിളിച്ച് വാശി പിടിച്ചാൽ ഒരിക്കലും നാണക്കേട് ഓർത്തിട്ട് അവർ പറയുന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കരുത്.
അങ്ങനെ ചെയ്യുമ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ച കാര്യം നടക്കുമെന്ന് കുട്ടി പഠിക്കും. ആ സമയത്ത് അവരെയും കൊണ്ട് ശാന്തമായിട്ട് അവിടെ നിന്നും മാറി നിൽക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് അവർ കരയുന്നതൊക്കെ സാധിച്ചു കൊടുക്കാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ നിങ്ങളൊരു കടയിൽ പോയി അവിടെ കളിപ്പാട്ടങ്ങൾക്കും സാധനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വാശിയാണ് കൂടുതലെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. കുട്ടികൾ കടയിൽ പോകുമ്പോൾ കാണുന്ന വലിയ കളിപ്പാട്ടങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ നമ്മൾ കാശില്ല അല്ലെങ്കിൽ വാങ്ങി തരില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കിടണതിന് പകരം അവരോട് പറയാം, ഇത് നല്ലൊരു കളിപ്പാട്ടമാണല്ലോ, നമുക്കിത് മോൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കാം, അങ്ങനെ പിന്നെ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അവരൊന്ന് കൺവിൻസ് ചെയ്യാം. ഇനിയിപ്പോൾ കൂടുതൽ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാം. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ തനിക്ക് ആ സാധനം റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നൽ കുട്ടിക്കുണ്ടാവും. പിന്നീടാണെങ്കിൽ എനിക്കത് കിട്ടും, അമ്മ അത് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ വരുമ്പോൾ ആ വാശി കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തൊരു ടിപ്പാണ് ടോയ് റൊട്ടേഷൻ. ഒരേ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിച്ച് മടുക്കുമ്പോൾ കുട്ടികൾക്ക് പുതിയത് വേണം എന്നുള്ളൊരു തോന്നൽ വരും. വീട്ടിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഒരു 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിലൊരു ഭാഗം മാത്രം കളിക്കാൻ കൊടുക്കുക. ബാക്കി 2 ഭാഗം എവിടെയെങ്കിലും അവർ കാണാത്ത സ്ഥലത്ത് വെക്കുക. ഓരോ മാസം കൂടുമ്പോഴും ഇവ മാറ്റി മാറ്റി നൽകുക. അപ്പോൾ പഴയ കളിപ്പാട്ടങ്ങളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും കുറേ നാൾ കാണാതെ കാണുമ്പോൾ അവർക്കത് പുതിയതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അവർ അത് വെച്ച് കളിക്കും. പിന്നെ അടുത്ത മാസമാകുമ്പോൾ വീണ്ടും ഒരെണ്ണെടുത്ത് കൊടുക്കുക. അങ്ങനെ ഒരു റൊട്ടേഷനിൽ ഇത് ചെയ്യുന്നതിലൂടെ പുതിയ കളിപ്പാട്ടങ്ങൾ വാങ്ങാനുള്ള ടെൻഡൻസി കുറയും. ഇനി മൊബൈൽ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ TV അഡിക്ഷനുള്ള വാശി മാറ്റാനായിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്യാതിരിക്കുക. കുട്ടി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ഓടി ചെന്ന് അതങ്ങ് വാങ്ങി അത് ഓഫ് ചെയ്യാതെ പകരം മുൻകൂട്ടി സമയം പറയുക. ഇനി 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അമ്മ ഫോൺ വാങ്ങിക്കും അല്ലെങ്കിൽ TV ഓഫ് ചെയ്യും എന്ന് പറയാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴും അതുപോലെ ഒരു മിനിറ്റ് ഉള്ളപ്പോഴും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക. ഇനി 2 മിനിറ്റ് ഉള്ളോട്ടോ, ഇനി 1 മിനിറ്റ് ഉള്ളോട്ടോ എന്ന് പറയാം. അപ്പോൾ കുട്ടിയുടെ ബ്രെയിനും മനസ്സും ഓട്ടോമാറ്റിക്കലി അതിനായിട്ട് സെറ്റാവും. 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ അമ്മ അത് വാങ്ങിക്കും അല്ലെങ്കിൽ ഓഫ് ചെയ്യും എന്നുള്ളൊരു ചിന്ത കുട്ടിക്ക് വരും. അതിനുശേഷം മാത്രം ഫോൺ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ TV ഓഫ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ വലിയൊരു വാശി ഉണ്ടാവുന്നതിന് പകരം ഒരു ശാന്തമായിട്ട് നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഫോൺ വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾ പകരം മറ്റൊരു ടാസ്ക് ഉടനെ കൊടുക്കുക. ഫോൺ വാങ്ങിയ ഉടനെ അവരെ വെറുതെ ഇരുത്തരുത്. അപ്പം തന്നെ അവർ ചാടി ഓടി ഓരോ കാര്യങ്ങൾക്ക് പോയിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ ഫോൺ മാറ്റി വയ്ക്കുമ്പോൾ ഉടനെ തന്നെ അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കളറിംഗ് ബുക്കോ അല്ലെങ്കിൽ ഒരു ക്ലേ മോഡലിങ്ങോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ എന്തെങ്കിലും അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് പയർ നന്നാക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കൊടുക്കുക. അടുത്തത് പറയാൻ പോകുന്നത് മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. പാരൻ്റൽ കൺസിസ്റ്റൻസി. അമ്മയും അച്ഛനും ഒരേ നിലപാടെടുക്കുക. പാരൻ്റൽ യൂണിറ്റി എന്നാണ് ഇതിനെ പറയുക. അതായത് കുട്ടി വാശി പിടിക്കുമ്പോൾ ഒരു കാര്യത്തിന് ഇപ്പോൾ അച്ഛൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഉടനെ അമ്മയുടെ അടുത്ത് പോകും. അപ്പോൾ അമ്മ അത് സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് വീണ്ടും വാശി പിടിക്കാനുള്ള പ്രവണതയാണ് കൂടുന്നത്. അപ്പോൾ 2 പേരും ഒരു കാര്യത്തിൽ ഒരേ നിലപാടെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുക. ഒരിക്കലും നിങ്ങൾ വാശിക്ക് മുന്നിൽ തോറ്റു കൊടുക്കരുത്. കുട്ടി പരസ്യമായിട്ട് നാണക്കേട് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ അതിശക്തമായിട്ട് ഉറക്കെ കരയുമ്പോഴോ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടുന്ന കാര്യം ഉടനെ സാധിച്ചു കൊടുക്കരുത്. ഒരു തവണ നിങ്ങൾ വാശിക്ക് മുന്നിൽ തോറ്റു കൊടുക്കുകയാണെങ്കിൽ കരഞ്ഞാൽ എനിക്കത് കിട്ടുമെന്ന് കുട്ടി വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കുട്ടി ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്ന എന്തിനാണ്, അത് മാറ്റാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഏറ്റവും നല്ല കമൻറ്റുകൾ അടുത്ത വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറ്റം വന്നില്ലെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ വാശി കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ക്ഷമയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കുട്ടികളുള്ള മറ്റച്ഛന്മാർക്കും അമ്മമാർക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ പാരൻറ്റിംഗ് ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.